മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു എന്നുള്ളതാണ്. ഈ 34 കോടി രൂപ സൗദിക്ക് കൈമാറുന്നത് സംബന്ധിച്ച് കത്ത് കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? എപ്പോഴേക്ക് അബ്ദുൾ റഹീമിന്റെ മോചനം സാധ്യമാവും? ഈ മോചനദ്രവ്യം നൽകിയാൽ അബ്ദുറഹീമിന് വിടുതൽ നൽകാം, അബ്ദുറഹീമിനെ റിലീസ് ചെയ്യാം എന്നുള്ള ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം നൽകിയ കത്ത് അത് കോടതിയിൽ നൽകേണ്ടതുണ്ട്. കാരണം കോടതിയാണ് ഈ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. മോചനത്തിന് കുടുംബത്തെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് വലിയ ഭഗീരഥ പ്രയത്നമായിരുന്നു. കാരണം നേരത്തെ 18 വർഷം ജയിലിൽ കിടക്കുമ്പോഴും ഈ മോചനദ്രവ്യം സ്വീകരിക്കാൻ ഈ കുട്ടിയുടെ കുടുംബം തയ്യാറായിരുന്നില്ല. ഏറ്റവും ഒടുവിലാണ് മോചനദ്രവ്യം സ്വീകരിക്കാൻ കുട്ടിയുടെ കുടുംബം തയ്യാറായത്. അങ്ങനെ തയ്യാറായി കൊണ്ട് നൽകിയ കത്തുണ്ട്. ആ കത്ത് കോടതിയിൽ ഇന്നലെ ഹാജരാക്കിയിട്ടുണ്ട്. കോടതി അത് ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. ഇനി കോടതി നിശ്ചയിക്കുന്ന ഒരു തീയതിയിൽ രണ്ട് കൂട്ടരെയും കോടതി വിളിപ്പിക്കും. അതായത് അബ്ദുറഹീമിനെയും ഈ കുട്ടിയുടെ കുടുംബത്തെയും വിളിപ്പിക്കും. അവർ തമ്മിൽ സംസാരിക്കും. മോചനത്തിൻ്റെ വ്യവസ്ഥകൾ ഉണ്ടാക്കും. ആ വ്യവസ്ഥകൾ പ്രകാരമായിരിക്കും ഇന്ത്യൻ എംബസി ഈ 34 കോടി രൂപ ഈ കുട്ടിയുടെ കുടുംബത്തിന് കൈമാറുക. അതോടൊപ്പം തന്നെ പറയേണ്ടത്, ഇപ്പോൾ സമാഹരിച്ചു വെച്ചിരിക്കുന്ന 34 കോടി രൂപ അത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിനാണ് കൈമാറേണ്ടത്. വിദേശകാര്യ മന്ത്രാലയമായിരിക്കും സൗദി എംബസിക്ക് അത് കൈമാറുക. അതിനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തിയാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വിടുതലിനുള്ള ഹർജി ഈ കത്ത് സഹിതം കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്.